വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല കാറ്റൊക്കെ ഉള്ള ദിവസങ്ങളാണല്ലേ ഇപ്പോൾ. കാറ്റ് കാലമൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്, കുറച്ച് മടിയൊക്കെ പിടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമ്മൾ നമ്മുടെ സ്റ്റഡി വ്ളോഗുകൾ ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണ് VFA, അതുപോലെ ബേവ്കോ, LDC, പിന്നെ കുറച്ച് LGS ഒക്കെ വിളിക്കുന്നുണ്ടെന്ന്, കമ്പനി ബോർഡിൻ്റെ അതൊക്കെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ എല്ലാവരും തന്നെ അതിനായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു LDC എക്സാം കഴിഞ്ഞപ്പോഴത്തെ ഒരു അനുഭവം, അതുപോലെ ഇപ്പോൾ LDCനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് LDCക്ക് വേണ്ടി തന്നെയാണ്. മറ്റ് എക്സാമുകളൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ എന്നിട്ടും നമ്മൾ അത്രത്തോളം പഠിച്ചിട്ടും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടും അതുപോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അതിനൊക്കെ അതിജീവിക്കുന്നവരായിരിക്കും ഏറ്റവും മുന്നിലെത്തുന്നത്, അതിനെ അതിജീവിച്ച് പോകുന്നവർ. ആ ഒരു എക്സാം ഹാളിൽ ആ ഒരു 1.25 മണിക്കൂറിനെ അതിജീവിക്കുന്നവർ എത്രത്തോളം എന്താ പറയുക, ടെൻഷൻ ഇല്ലാതെ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം എഴുതുന്നു, അതിലാണ് കാര്യം എന്ന് പറയുന്നത് സത്യമാണ് കുറേയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കുറച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇന്ന് ഞാൻ പഠിക്കാൻ എടുത്ത അതെന്ന് പറയുന്നത്, അപ്പോൾ ഇനി ഒരു ദിവസങ്ങളിൽ വളരെയധികം ഒരുപാട് പോർഷൻസായിട്ട് ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ദിവസം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്കൊന്നുമല്ല എങ്കിൽ പോലും, ബ്രേക്ക് അല്ലെങ്കിൽ പോലും എന്താ പറയുക, ഒരു ചെറിയ ഒരു മടി എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഓവർകം ചെയ്യാനായിട്ടാണ് കുറച്ചായിട്ട് പഠിച്ചിട്ടൊന്ന് കൂട്ടി പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ആ മടിയൊന്നും പിടിക്കാതെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന എക്സാമുകളിലെങ്കിലും മുന്നിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് LDCയിൽ പറ്റിയ കാര്യങ്ങൾ. അപ്പം LDC എന്നല്ല, ഏതൊരു എക്സാമിലും പറ്റുന്ന കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ഓവർകം ചെയ്താൽ മാത്രമേ എനിക്കിനി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പഠിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പഠിച്ച അറിയുന്ന ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പോൾ അതാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്രത്തോളം സിലബസ് കംപ്ലീറ്റ് ചെയ്താലും, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നാലും, ആ ഒരു 1.25 മണിക്കൂറിൽ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു 90 മാർക്ക് മേടിച്ച് ടോപ്പിലെത്തിയ ഒരാളായാലും അവർ എന്താണ് ഈ 90 മാർക്കിന് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അവർ ഫുൾ 100% അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ടായിരിക്കില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണിക്കേണ്ട കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താ പറയുക, എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാനത് കുറച്ച് റിസ്ക് എടുക്കൽ കുറവല്ല, ഞാൻ ഒട്ടും എടുക്കാത്ത ഒരാളാണ്. കാരണം എനിക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ. പിന്നെ അറിയാവുന്ന 100% ഉറപ്പുള്ള പല കാര്യങ്ങളും പക്ഷേ ടെൻഷൻ അടിച്ചിട്ട് തെറ്റിക്കുന്ന ഒരാളാണ് ഞാൻ. LDCയിലും സംഭവിച്ചതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു എത്രയാണ് LDCയുടെ മാർക്ക് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം 50നും 55നും ഇടയിലാണ് എൻ്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. പറയാൻ നാണക്കേടൊന്നുമില്ല, കാരണം എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ എന്താ പറയുക, എക്സാം ഹാളിൽ എൻ്റെ പല കാരണങ്ങൾ കൊണ്ടും ടെൻഷൻ കൊണ്ടും മറ്റു ഈ പറയുന്ന റിസ്ക് എടുക്കാൻ തയ്യാറായില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു 90% അറിയുന്നത് പോലും ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, അതുപോലെ എഴുതാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് എനിക്കത് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പഠിക്കാത്ത കുറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും എനിക്ക് എഴുതാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ പഠിക്കാത്ത കുറ്റം കൊണ്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അത്രയും ഡിപ്രസ്ഡ് ആയിപ്പോയതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അതാണ്. കാരണം ഒരു 60 എബോവ് ഒക്കെ എനിക്ക് വാങ്ങിക്കായിരുന്നു. 60 എബോവ് ഭയങ്കര നല്ല മാർക്കാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എനിക്കത് വാങ്ങിക്കായിരുന്നു. എന്നിട്ട് പോലും അത് കിട്ടിയില്ല എന്നുള്ളത് ഓർത്തപ്പോൾ എനിക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു മെയിൻ കാരണങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലർക്കുള്ള അവസ്ഥയായിരിക്കും, എക്സാം ഹാളിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 1.25 മണിക്കൂറിന് നമ്മൾ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ആ സമയത്ത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നതനുസരിച്ച് തന്നെയാണ് നമ്മുടെ മാർക്ക് കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഫുൾ പഠിച്ച് പോയിട്ട് മാത്രമായിരിക്കില്ല.
അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ റിസ്ക് ഒട്ടും എടുക്കാത്ത ഒരാളാണ്. 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കറുപ്പിക്കും. ബാക്കി കാര്യങ്ങൾ 95% അല്ലെങ്കിൽ 99% ആണെങ്കിൽ പോലും ബാക്കി 1% എൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ടെൻഷനിൽ ഞാൻ എന്ത് ചെയ്യും, അതിങ്ങനെ ടെൻഷൻ അടിച്ച് ആ ടൈം പോവും. പിന്നെ എഴുതാനുള്ള ഒരു ടൈമും കിട്ടില്ല. പിന്നെ എന്താ പറയുക, ടൈം കഴിയാറാകുമ്പോൾ ആ ഒരു ടെൻഷൻ വീണ്ടും കയറും. അപ്പോൾ എഴുതാണ്ട് പോരും ചെയ്യും. അങ്ങനെ എഴുതാതെ പോന്നിട്ടുള്ള ഒരുപാട് ആൻസറുകൾ, 5 6 അതിൽ കൂടുതൽ ആൻസറുകൾ അങ്ങനെ ഞാൻ ഒഴിവാക്കിയ ആൻസറുകളെല്ലാം തന്നെ ശരിയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് പറ്റുന്ന ഒരു എന്താ പറയുക, അബദ്ധങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ മാക്സിമം ഓവർകം ചെയ്യണം. കുറച്ചൊക്കെ നിങ്ങൾ റിസ്ക് എടുക്കണം. അല്ലാതെ എല്ലാം കറക്കി കുത്തലല്ല ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ. കുറച്ച് കോമൺ സെൻസ് ആണ് പറയുന്നത്. നമ്മൾ പഠിച്ചവർക്ക് നമുക്ക് കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മാർക്ക് കൂടുള്ളൂ എന്ന് മനസ്സിലായി. അതുപോലെ ടെൻഷൻ ഒട്ടുമില്ലാതെ നിങ്ങൾ മൈൻഡ് കൂളായിട്ടിരിക്കണം. നമ്മൾ ഈ ഒരു എക്സാമോട് കൂടി അവസാനിക്കുന്ന എല്ലാ ജീവിതം തന്നെ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടായിരിക്കണം നമ്മൾ എക്സാം എഴുതേണ്ടത്. അല്ലെങ്കിലാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ഇത് ഇനി എല്ലാവർക്കും എളുപ്പം എനിക്ക് എളുപ്പമല്ല അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇനി വരുന്ന എക്സാമുകളെ നേരിടേണ്ടത്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഇനി വരുന്ന എക്സാമുകളിലും ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കുക ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട്. താങ്ക്